അയ്യോ ഞാൻ ദേ പോണു രാവിലെ. എനിക്ക് അന്യഗ്രഹ ജീവികളെയൊക്കെ കാണുമ്പോലെ വന്നിട്ട് നമ്മുടെ അടിപൊളി, ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കസാക്കിസ്ഥാനിലെ ഞങ്ങൾ 3rd ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അൽമാട്ടിയിൽ നിന്ന് സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കസാക്കിസ്ഥാനിലെ ഒരു വില്ലേജ്, സാത്തി വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ട് പോവുകയാണ്. അവിടെ ആക്ച്വലി നമ്മളുടെ കാനിയൻസ്, ലേക്സ്, അങ്ങനത്തെ ഉള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസൊക്കെ ആ വില്ലേജിലാണുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ 2 സൈഡും ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ വേറെ കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉറക്കമായിരുന്നു. ഞാനും ഇടയ്ക്ക് ഉറങ്ങി. എന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് എണീറ്റ് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് 2 സൈഡും വേറെ ഒന്നുമില്ല, ഫുള്ള് മഞ്ഞും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഒത്തിരി ദൂരം കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ നമുക്ക് കുറേ ഹോഴ്സസ് നിൽക്കുന്നതും ഷീപ്സ് നിൽക്കുന്നതും അങ്ങനെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ 2 സൈഡും വിജനമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ്, അതായത് ഒരു ഓൾമോസ്റ്റ് 4 hours ഉണ്ട് നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകെ കണ്ടൊരു വില്ലേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഉച്ചയായി അവിടെ എത്തിയപ്പോൾ. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ 2 സൈഡിലും ഇങ്ങനെ ഷോപ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. അവിടെ നിറയെ മറ്റേ ബ്രെഡ്സ്, അവരുടെ ടൈപ്പ് ബ്രെഡും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി കൈയും കാലും ഒക്കെ ഒന്ന് നിവർത്തി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കി. പക്ഷേ പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ആരോ വിളിച്ച് ചോദിച്ചിട്ട് വന്നു. കാരണം അവിടെ വലിയ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ബ്രെഡും കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ക്യാനിയൻ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ക്യാനിയൻ്റെ അവിടെ തന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്നിങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ ആരോ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു. അൽമാട്ടി സിറ്റി കഴിഞ്ഞാൽ പിന്നെ 2 സൈഡ് ഇതുപോലെ മഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല തലവേദനയൊക്കെ വരും. കാരണം അത്രയും ലൈറ്റാണല്ലോ ഇങ്ങനെ അടിക്കുന്നത്, ഗ്ലെയറും ഒക്കെ ആയിട്ട്. പിന്നെ റോഡിലൊക്കെ ഇങ്ങനെ ഐസൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങളൊന്ന് നിർത്തിയായിരുന്നു വിയാന് ഡയപ്പറൊക്കെ മാറ്റാനും പിന്നെ ഞങ്ങൾക്കൊന്ന് നിൽക്കാനും ഒന്ന് ഇറങ്ങി നിൽക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ടൂറിസ്റ്റ് കസാക്കി ആൾക്കാർ തന്നെയാണ്, കസാക്കിലുള്ള ആൾക്കാർ തന്നെ. അവർ ജസ്റ്റ് വന്നിട്ട് ഞങ്ങളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. Oh. അന്യഗ്രഹ ജീവികളെയൊക്കെ കാണുമ്പോലെ വന്നിട്ട് നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കാന്ന്. കുറച്ച് കസാക്കി ആൾക്കാരെയൊക്കെ കണ്ടു. അവർ നമ്മളോടൊപ്പം വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. അവർക്ക് എന്തോ സീരിയലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു എന്നോട്. ഏതാണ് കല്യാണി, സാവിത്രി, സുമിത്ര എന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ട് സീരിയൽസിൻ്റെ ക്യാരക്ടർ നെയിംസൊക്കെ ചോദിച്ചു. പക്ഷേ അതെനിക്ക് ഏത് സീരിയലാണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇന്ത്യൻസാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അറിയില്ല, അവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവിടെ എത്തി ഞങ്ങൾ നിർത്തിയെടുത്ത് കുറേ ഹോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഫോട്ടോ എടുക്കുക. ഇതാ ഞങ്ങൾ വന്ന കാറ്, ഇത് ഞങ്ങളുടെ ഡ്രൈവർ. ഹായ് ഡ്രൈവർ. പിന്നെ അവരിതേ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അത് പോയി നമ്മളെ പറ്റിച്ച് ഒരു മല കാണിച്ച് ക്യാനിയനാണെന്ന് പറയാൻ നമ്മളെങ്ങനെ അറിയും?
അങ്ങനെ ഞങ്ങളിതേ ക്യാനിയൻ എത്തി. അപ്പോൾ അവിടെ ഒരു എൻട്രി ഗേറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളൊരു പാക്കേജ് പോലെ എടുത്തതാണ്. അതായത് 3 ദിവസത്തേക്ക് നമുക്ക് കാറ് പ്ലസ് ഡ്രൈവർ പ്ലസ് കുറച്ച് സ്ഥലങ്ങൾ അവർ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ കുറച്ച് സ്ഥലങ്ങൾ നമ്മളെ കൊണ്ടുപോയി കാണിക്കും. പിന്നെ അവിടുത്തെ എൻട്രി ടിക്കറ്റ്സും എല്ലാം ഇവർ അതിൽ ഇൻക്ലൂഡഡ് ആണ്, ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ബാക്കി സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യണം. അങ്ങനെ എത്തി നോക്കിയപ്പോൾ പുറത്ത് 1-2 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത് ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് പേടിച്ചു, കാരണം അവിടെ നിന്ന് ബ്രെഡെങ്കിലും കഴിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് പിന്നെ പറഞ്ഞത് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ചാരൻ ക്യാനിയനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞു, 2:05 എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ അത്ര വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഞങ്ങൾ താഴെ, ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞു താഴെ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് പോയി ബാക്കിയൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാമെന്നാണ് പ്ലാൻ. ഇനി താഴോട്ടാന്ന് തോന്നുന്നു റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ടാരി എന്ന് പറഞ്ഞിട്ട് ക്യാനിയനടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യും അവിടെ. താങ്ക് യു. ഞങ്ങളിത് ടാരിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാനിയൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നല്ലേ. ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നമുക്ക് നടന്ന് കാണാം. അല്ലെങ്കിൽ എക്കോ ടാക്സിയോ അങ്ങനെ എങ്ങാണ്ട് ടാക്സി സർവീസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കാര്യം കൂടി ഒന്ന് അന്വേഷിക്കണം. ക്യാനിയനെ ഷാരൻ ക്യാനിയൻ എന്നും ചാരൻ ക്യാനിയൻ എന്നും പറയും. 2 രീതിയിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. പിന്നെ ഈ ക്യാനിയന് ഓൾമോസ്റ്റ് 153 കിലോമീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ എൻഡിൽ നല്ലൊരു അടിപൊളി റിവർ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ ആദ്യം കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് അവിടുത്തെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ പോയി, മേലെ കൂടെയാണ് നടന്ന് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കണ്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു ടയേർഡായി, നമുക്കെന്നാൽ തിരിച്ചു പോവാം. അപ്പോൾ പിന്നെ എക്കോ ടാക്സി ഉണ്ടല്ലോ, എന്നാൽ എക്കോ ടാക്സി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വന്ന് എക്കോ ടാക്സി എടുത്തു. അതായത് പെർ പേഴ്സൺ 800 ടെങ്കെ, ഓൾമോസ്റ്റ് 200 റുപ്പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ താഴെ കൂടെ പോയി, അതായത് ഒരു ഓപ്പൺ വാനാണ്, അതിൽ നമ്മൾ അവരെ ഈ എൻഡിൽ കൊണ്ടുപോകും, ആ റിവറിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മളെ പിക്കപ്പ് പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യും. പക്ഷെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളത് മിസ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര വെർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആക്ച്വലി ഇന്ന് രാവിലെ വാങ്ങിയ ഗ്ലൗസാണ്. ആ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ രാഹുലിനോട് പറഞ്ഞത് അതിൽ ടാഗ് ഇതുണ്ടെന്ന്, മാഗ്നറ്റ് എന്തോ ഉണ്ടെന്ന്. കാശൊക്കെ കൊടുത്ത് ഇപ്പം മോഷ്ടിച്ചുകൊണ്ട് വന്ന പോലത്തെ ഒരു ഫീല്. അതിൽ മാഗ്നറ്റ് ഇരിക്കുക. അന്നേരം തന്നെ പോയി മാറ്റാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള തിരക്കിൽ വേഗം ഇങ്ങനെ നടന്നിങ്ങ് വന്നു. ഇപ്പം എന്തേ ഇത് ഊരാൻ പറ്റാണ്ടിരിക്കുക, മാഗ്നറ്റ് ഊരാൻ പറ്റാണ്ട്. ഞാൻ പറഞ്ഞു ആൾക്കാർ കണ്ട നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നിങ്ങനെ വലിച്ചൊക്കെ നോക്കി. പക്ഷേ ഇത് ഗ്ലൗസും കീറിയില്ല, ഇതും പോകുന്നില്ല, അങ്ങനെ നിൽക്കുക. വെള്ളവും പിടിച്ചുകൊണ്ട് വേണം നമുക്ക് നടക്കാൻ. വെള്ളത്തിനൊക്കെ ഇവിടെ ഭയങ്കര കാശാണ്, നല്ല റേറ്റ് ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനത്തെ ഈ ക്യാനിയൻ്റെ അടുത്തൊക്കെ ഉള്ള ഷോപ്സിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് അത്യാവശ്യം നല്ല റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ബോട്ടിലും പിടിച്ചിട്ടാണ് നടപ്പ്. അവരിതേ അങ്ങ് പോയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഒരു എന്താണ് കാറുണ്ട്, എക്കോ ടാക്സി എന്നോ അങ്ങനെ എങ്ങാണ്ട് കാറുണ്ടെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അതിൽ പോകാനാണ് ഇപ്പം പ്ലാൻ. കാരണം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം നടന്ന് പോകാൻ പറ്റില്ല. എപ്പോഴും എടുക്കെടുക്കും. ഒരു കുറച്ച് നേരം നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ എടുക്കണം എന്ന് പറയും. പിന്നെ
ഇനി നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഗന്ധിക്കോട്ട അവിടെ പോകണം. ആന്ധ്രയിലൊരു ക്യാനിയൻ ഉണ്ട്. ആന്ധ്രയിലൊരു ക്യാനിയൻ ഉണ്ടല്ലോ, ഗന്ധിക്കോട്ട എന്ന് പറഞ്ഞിട്ട്. അവിടെയും കൂടി ഒന്ന് പോകണം. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ജസ്റ്റ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ആക്ച്വലി കാറ് ഈ പറഞ്ഞ ആ ഒരു ടാക്സി പറഞ്ഞില്ലേ, അത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം വരാൻ. ഇവിടെ അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവറിനും അറിയത്തില്ലായിരുന്നു അത് എവിടെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നതുകൊണ്ട് വിചാരിച്ചു ഇച്ചിരി കൂടി നടന്നു പോയിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എല്ലാ റഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലുണ്ടല്ലേ? അതെ, കുറച്ച് ഇംഗ്ലീഷൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നോ. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് കണ്ടല്ലോ. വലിയ റിസ്ക് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? റിസ്ക് ഉണ്ട്, അത്യാവശ്യം റിസ്ക് ഉണ്ടല്ലേ. പോകണോ അപ്പോൾ അവിടെ? ക്യാനിയൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഇവിടെ നിന്ന് കുറച്ച് കാണാൻ പറ്റും. കൊള്ളാമല്ലേ? എനിക്ക് അവിടെ ഒരു പേടിയുണ്ട് കേട്ടോ. അവിടെ സ്ലിപ്പാവുന്നല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടം വരെ നടന്ന് നോക്കിയിട്ട് വരാം എന്താ സംഭവം. ആക്ച്വലി അങ്ങോട്ട് പിള്ളേരെയൊക്കെ ആയിട്ട് ഇവർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ സ്ലോപ്പ് കാണുമ്പോൾ ഒരു സ്ലിപ്പായി പോകുമെന്നൊരു പേടി. ഞങ്ങൾ ജസ്റ്റ് ഇതേ ഒന്ന് എനിക്ക് അയ്യോ, ഞാൻ ദേ പോണു രാവിലെ. എനിക്ക് പേടിയാണ്. നീ കൈ പിടിക്കുന്ന. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആ സ്ലോപ്പിൻ്റെ ഭീകരത മനസ്സിലാവില്ല. ഭയങ്കര സ്റ്റീപ്പും പിന്നെ സാൻഡൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സ്കിഡാവുന്ന പോലെ, പെട്ടെന്ന് തെന്നിപ്പോകുന്ന പോലത്തെ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങിയപ്പോൾ പേടിയായി. അങ്ങനെ ഞാൻ രാഹുലിൻ്റെ കൈ പിടിച്ചിട്ട് ഇതിൽ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. ഇനി കൂടുതൽ പോകാൻ എനിക്ക് പേടിയാണ്. ഭയങ്കര സ്ലോപ്പാണ്. അപ്പം നമുക്കിവിടെ നിന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകാം. ഞങ്ങളുടെ ഡ്രൈവർ ഇതേ ഫുൾ എനർജിയിൽ പുള്ളി ജില്ലെന്ന് ഓടി നടക്കുക. പുള്ളിക്ക് എക്കോ ടാക്സി കയറി ക്യാനിയൻ ഫുള്ള് കണ്ടാലേ പുള്ളി ഇനി തിരിച്ചു വരുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളെ കൊണ്ട് കാണിക്കും ക്യാനിയൻ. കയറിക്കോ. കയറി. അയാൾ വരുന്നില്ലേ? വരും. അയാൾ വരുന്നില്ലേ? നമ്മൾ കാശ് കൊടുത്തില്ലേ ആൾക്ക്? അങ്ങനെ ഞങ്ങളുടെ ക്യാനിയൻ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞങ്ങൾ ഈവനിങ് ഒരു സൺസെറ്റിന് തൊട്ട് മുന്നേ ആയിരുന്നു. അപ്പോൾ ആ ലൈറ്റ് ഉണ്ടല്ലോ, സൺസെറ്റിന് മുന്നേ ഉള്ള ആ ലൈറ്റ് ഭയങ്കര ഗോൾഡൻ ലൈറ്റാണല്ലോ, അതും കൂടി വന്ന് ആ ക്യാനിയനിൽ അടിച്ചപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മാജിക്കൽ വ്യൂ എന്നൊക്കെ തന്നെ പറയാം. അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. ആ ഫോർമേഷൻസൊക്കെ ഓരോന്നും ഇങ്ങനെ ലൈറ്റും കൂടെയൊക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ ഓപ്പൺ സ്പേസിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷേ കുറേ ദൂരം പോകുമ്പോൾ ഈ കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ മരവിക്കുന്ന, ഫേസൊക്കെ ഇങ്ങനെ മരവിച്ച് പോകുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഉള്ളിൽ കയറി ഇരിക്കാൻ തോന്നില്ല. കാരണം അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാണാൻ. നല്ല വീഡിയോ കിട്ടുമല്ലോ. അതെ, ആൾക്കാർ നടക്കുന്നു. ഇത് കൊള്ളാം കേട്ടോ. ഇതൊക്കെ നോക്ക്. മിനി ക്യാനിയൻ. നമ്മളവിടെ
അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല, മോളിൽ കൂടി നടക്കാനാണല്ലോ നമ്മള്. ഞാനിപ്പോൾ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഗന്ധിക്കോട്ടയിലും കൂടി പോയി നോക്കിയിട്ട് രണ്ടിൻ്റെ വ്യത്യാസം പറയാൻ. അപ്പം നമുക്കിപ്പോൾ ഓ എൻ്റെ കമ്മലൊക്കെ തണുക്കുന്നു തോന്നുന്നു. റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ആണെന്ന് തോന്നുന്നു അല്ലേ ആൾക്കാർക്ക്, നടക്കുന്നവർക്ക്. അടിപൊളി. കൊള്ളാം അല്ലേ, അവിടെ വെയിലൊക്കെ അടിച്ചിട്ട്. ആ ആ സ്ട്രക്ചറൊക്കെ നോക്കാം അതിൻ്റെ. ഇരുന്നോ നിൽക്കാൻ പാടില്ല. ഹെവി വീഡിയോസ് അതെ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നോക്ക് കറക്റ്റ്. ഓ അതായിരിക്കും പുള്ളി സെറ്റ് ചെയ്യാൻ പറഞ്ഞേട്ടാ. ഇതെങ്ങനെ പോകും കയറുന്ന? അടിപൊളി അടിപൊളി അടിപൊളി. അത് വിളിച്ച കൊണ്ടുവരുന്ന നീ ഇങ്ങനെ കൈ ഊതിച്ചിട്ട് ആ ഒരു കൈ ജസ്റ്റ് ഊരി എടുത്തിട്ട് അവരുടെ ഒരു ഇതെടുത്തോട്ടോ. നോക്ക് മേലോട്ടൊക്കെ. ഷോപ്പൊക്കെ ആണല്ലേ. ബസ് സ്റ്റോപ്പ്, പോകുന്നവർക്ക് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പല്ല, റെസ്റ്റ് സ്റ്റോപ്പ്. ആന്നേ എൻ്റെ ചിന്ന്. അയ്യോ അത് നോക്ക്. മുകളിലൊക്കെ ആ കറക്കി എടുക്കുക കേട്ടോ. അല്ല ഇവിടെയാണ് എന്ത്, ഇവിടെയാണ് റിവർ കേട്ടാ. ആ അടിപൊളി റിവർ നോക്ക്, സൂപ്പർ. നമ്മളങ്ങോട്ട് നമ്മൾ ആക്ച്വലി ആദ്യം ബസ് എടുക്കണ്ട, ടാക്സി എടുക്കണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും അടുത്ത ക്യാനിൻ കാണാൻ പറ്റാൻ ലേറ്റായി. അപ്പോൾ ചിലപ്പോൾ ഇനി രാത്രിയായാൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ള ഒരു ക്യാനിൻ നന്നായിട്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബസ് പിടിച്ച് വന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അടിപൊളി. ഈ റിവർ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്തേനെ. അടിപൊളി റിവറാണ്. പിന്നെ വന്ന വഴിയും ക്യാനിയനൊക്കെ കണ്ടിട്ട് ആ ബസ്സിൽ വന്നിട്ടേ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ആ വ്യൂവും നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. ക്യാനിയൻ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ വിത്ത് സ്നോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണാതെ പോയിരുന്നെങ്കിൽ മിസ് ചെയ്തേനെ. അടിപൊളി സ്ഥലം.
വിഷ്ണുവിൻ്റെ ഷൂലേസ് കഴിഞ്ഞ് കിടക്കാണ്. ആ അടിപൊളി. ഭയങ്കര ഇഷ്ടമായിട്ട് റിവർ നോക്ക്. ആ ഒരു തണുപ്പും സ്നോവും ഒക്കെ വന്നപ്പോഴാണ് ആ ഭംഗി. അയ്യോ വർത്താട്ടോ. വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായനെ. ഇവിടെ വിയാൻ വിറയ്ക്കുന്നു. വിയാൻ ചിരിക്കുന്നു നോക്ക്. ആ ഈ പട്ടി അവിടെ ഉണ്ടായിരുന്നല്ലേ. അയ്യോ പൂച്ചയുടെ സൗണ്ടായിപ്പോയി. പട്ടി ഇപ്പം എന്നെ ഓടിച്ചിട്ട് കടിച്ചാണ്. അടിപൊളി വ്യൂ. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു രക്ഷയില്ല. എൻ്റെ ബാറ്ററിയും ചാർജ് തീരാറായി. റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിങ്ങിലോട്ട് പോവുക. സ്റ്റെപ്പ് കയറി. വൈകിട്ടായപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. വെയിലുണ്ടായിരുന്നപ്പോൾ അത്രയും തണുപ്പ് അറിഞ്ഞില്ല. പിന്നെ ഇപ്പം നമ്മൾ ആ റൈഡിലിരുന്നിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ കൈയൊക്കെ മരവിച്ചു. അതൊന്നും തൊട്ടിട്ട് അറിയുന്നുകൂടിയില്ല. പിള്ളേരെ എണീപ്പിക്കാൻ എളുപ്പമാണ്. നിർത്തായിരുന്നു. 9, 10, 1. ഓ ദേ കുതിരപ്പുറത്ത് ആടിനെ മേയിച്ചിട്ട് കൊണ്ടുപോകുന്നയാ. നല്ല രസമല്ലേ കാണാൻ. ഡോഗൊക്കെ അത് മാത്രം ഞാൻ കണ്ടില്ല. അടിപൊളി കളർ. അത് സൺസെറ്റ് നോക്ക്. അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു റെസ്റ്റ് റൂമിൽ നിർത്തിയതാ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭംഗിയായിട്ടുള്ളൊരു സൺസെറ്റായിരുന്നു അന്ന് കണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. അത്രയും നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു പോകുന്ന തരത്തിലൊരു സൺസെറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡ്രൈവായിരുന്നു ആ സൺസെറ്റിൻ്റെ ടൈമിലുള്ളത്. ത്രൂ ഔട്ട് ഞങ്ങൾക്ക് സന്ധ്യ ആവുന്നത് വരെ ത്രൂ ഔട്ട് ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ ആയിട്ട് റോഡിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. പിന്നെ സന്ധ്യയോടുകൂടി ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് സ്റ്റേ എടുക്കേണ്ട സ്ഥലത്ത് എത്തിയായിരുന്നു. സാത്തി വില്ലേജിൽ എത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ 1-2 സ്റ്റേ പോയി കണ്ടിട്ട്, കാരണം ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തില്ല, അതിന് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഈ സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ അതേ ഫുള്ള് സ്നാക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.